12 വേദികൾ, 20,000-ഓളം വിദ്യാർത്ഥികൾ, 9,232 മത്സരങ്ങൾ. വെൽക്കം ടു കേരള ഒളിമ്പിക്സ്. മത്സരം നടക്കുന്ന വേദികളിലെ അവസാനഘട്ട പരിശോധനകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. 12 ഇനങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഏറ്റവും ആകർഷകമായ മറ്റൊന്ന് താൽക്കാലികമായി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയങ്ങളാണ്. ഗെയിംസിലെ ഗ്ലാമർ ഇനങ്ങളായ തൈക്കോണ്ടോ, കരാട്ടെ, ഫെൻസിംഗ്, കബഡി, കളരിപ്പയറ്റ് തുടങ്ങിയ മത്സരങ്ങളാണ് ഇവിടെ നടക്കുക. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഈ ട്രാക്കുകൾക്ക് ചൂട് പിടിപ്പിച്ചായിരിക്കും ഗ്ലാമറസ് മത്സരങ്ങളായ 100 മീറ്ററും റിലേയുമെല്ലാം നടക്കുക. ഇത്തവണയും ഹരിതചട്ടങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻക്ലൂസീവ് ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ എന്നിവ മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിലും ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നിവ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലും നടക്കും. മത്സരാർത്ഥികൾ ഇന്നലെ രാത്രിയോടെ എത്തിക്കഴിഞ്ഞു. വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും അവരെ സംഘാടകർ വരവേറ്റു. ഇത്തവണ മത്സരാർത്ഥികളെ വേദികളിലെത്തിക്കാൻ 135 ബസ്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലും പുറത്തുമുള്ള 70 സ്കൂളുകളിലാണ് വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കിയത്. ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തുന്ന ഇൻക്ലൂസീവ് സ്പോർട്സും ഇത്തവണ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, ബാഡ്മിന്റൺ എന്നിങ്ങനെ 6 ഇനങ്ങളിലാണ് പ്രത്യേക മത്സരം നടക്കുക. 14 വയസ്സിന് താഴെയുള്ളവർ, 14 വയസ്സിന് മുകളിലുള്ളവർ എന്നീ 2 വിഭാഗങ്ങളിലായിരിക്കും മത്സരം. ഈ വിഭാഗത്തിൽ 1000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഓട്ട മത്സരത്തിൽ കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ സഹായിക്കാൻ ഗേറ്റ് സംവിധാനവും ഉണ്ട്. രജിസ്ട്രേഷൻ മുതൽ ഫലം വരുന്നത് വരെ എല്ലാം ഓൺലൈനാണ്. ഈ കാണുന്ന പോർട്ടലിൽ ഫലവും മത്സരവും റെക്കോർഡുകളും നമുക്ക് ലഭ്യമാകും. മത്സരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റാൽ ഉടനടി ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. മത്സരം നടക്കുന്ന 12 വേദികളിലും മെഡിക്കൽ ടീം സുസജ്ജമാണ്. ഏതാണ്ട് 250-ഓളം ഡോക്ടർമാരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ടീമുണ്ട്. എല്ലാ കുട്ടികൾക്കും പരിക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ഭേദമാക്കി അവരെ ഫീൽഡിൽ ഇറക്കുന്ന തരത്തിലുള്ള പരിശീലനം അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൗമാര കേരളത്തിന്റെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഇനിയുള്ള യാത്ര. MR അനൂപിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.